In villages where screens were rare, cricket was just a distant sound, so we brought the game everyone loves, from Mumbai to Delhi and beyond. One win made it possible. Cheers, dreams, and cricket under open skies. One game, one joy, one win. ഭൂമിയിലെ മനോഹരവും അതുപോലെ അത്ഭുതങ്ങളും നിറഞ്ഞ ജീവികളാണ് പക്ഷികൾ. അത്തരത്തിൽ വളരെ വിചിത്രമായ രീതിയിൽ കൂടുകൾ നിർമ്മിക്കുന്ന ചില പക്ഷികളെയും അവയുടെ അത്ഭുതപ്പെടുത്തുന്ന ചില സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബായ വീവർ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ബായ വീവർ അഥവാ ആറ്റക്കുരുവി. എന്നാൽ നമ്മളിൽ പലരും ഇവയുടെ മനോഹരമായ കൂടുകൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇവ യഥാർത്ഥത്തിൽ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുന്ന പക്ഷികളാണ്. ഇവയുടെ കൂടുകൾ നിർമ്മിക്കുന്നത് ആൺപക്ഷിയാണ്. ഇണയെ കണ്ടെത്തിയ ശേഷമാണ് കൂട് നിർമ്മാണം ആരംഭിക്കുക. പെൺപക്ഷിയുടെ ഇഷ്ടാനുസരണമാണ് സ്ഥലം കണ്ടുപിടിച്ച് നിർമ്മാണം ആരംഭിക്കുന്നത്. 1500 മുതൽ 2000-ഓളം നാരുകൾ ഇതിനായി ഇവ ശേഖരിക്കാറുണ്ട്. പെൺപക്ഷി കൂട് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പരിശോധനയ്ക്കായെത്തും. പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബലക്ഷയം കണ്ടെത്തുകയാണെങ്കിൽ ആ കൂട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ആൺപക്ഷി ഇതേ പെൺപക്ഷിക്ക് വേണ്ടി തന്നെ അടുത്ത കൂടിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. 4 ആഴ്ചയെങ്കിലും എടുക്കും നിർമ്മാണം പൂർത്തിയാകാൻ. 4-5 കൂടുകൾ ചിലപ്പോൾ പാതി വഴിയിൽ ഇവ ഉപേക്ഷിക്കാറുണ്ട്. മരങ്ങളിൽ തൂക്കിയിട്ട നിലയിലുള്ള വളരെ മനോഹരമായ കൂടുകളാണ് ഇവയുടേത്. വോഗൽകോപ്പ് ബോവർ ബേർഡ് ഓസ്ട്രേലിയയിലെയും പപ്പുവ ന്യൂഗിനിയയിലും കാണപ്പെടുന്ന പക്ഷികളാണിവ. പല നിറങ്ങളിലുള്ള പഴങ്ങളും പൂക്കളും വെച്ച് അലങ്കരിച്ച കൊച്ചു കൂടുകളാണ് ഇവക്കുള്ളത്. ബോവർ പക്ഷി നിർമ്മിക്കുന്ന ഈ കൂടുകൾക്കും ബോവർ എന്ന് തന്നെയാണ് പേര്. പലതരത്തിലുള്ള ബോവർ പക്ഷികളുണ്ട്. അവ ഉണ്ടാക്കുന്ന കൂടുകളിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. പല നിറത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് കൂട് അലങ്കരിക്കാൻ ഇവയ്ക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ആൺപക്ഷികളാണ് കൂടിൻ്റെ നിർമ്മാതാക്കൾ. ഇണകളെ ആകർഷിക്കാനാണ് ഇവ ഇങ്ങനെ കൊച്ചുകൂടുകൾ കെട്ടി അലങ്കാരപ്പണികൾ ചെയ്യുന്നത്. ഇണപ്പക്ഷി കൂടിനടുത്തേക്ക് വന്നാൽ ഗംഭീരമായ ഒരു നൃത്തവും ആൺബോവർ പക്ഷികൾ കാഴ്ചവെക്കും. പൂക്കളും പഴങ്ങളും മാത്രമല്ല, റീഫില്ലറുകളും സ്ട്രോകളും തുടങ്ങി കുപ്പിയുടെ അടപ്പുകൾ വരെ ബോവർ പക്ഷി കൂടൊരുക്കാൻ ഉപയോഗിക്കാറുണ്ടത്രേ. മോണ്ടസുമ ഒറോപെൻഡോല സെൻട്രൽ അമേരിക്കയിലെ റെയിൻ ഫോറസ്റ്റുകളിൽ വസിക്കുന്ന പക്ഷികളാണ് മോണ്ടസുമ ഒറിപ്പെൻഡോല. മരങ്ങളിൽ തൂക്കിയിട്ട നിലയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കൂടുകളാണ് ഇവയുടേത്. 2 മുതൽ 6 അടി വരെ, അതായത് 60 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഈ കൂടുകൾ കാണപ്പെടാറുള്ളത്. ഈ കൂട്ടത്തിലെ പെൺപക്ഷികളാണ് കൂടുകൾ നിർമ്മിക്കുക. ഒരു കൂട് നിർമ്മാണത്തിന് 9 മുതൽ 11 ദിവസം വരെ സമയമെടുക്കാറുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി ഉയർന്ന മരങ്ങളുടെ മുകളിലായിട്ടാണ് ഈ കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടുണ്ടാക്കുന്നതിന് പകരം ഒരു മരത്തിൽ തന്നെ 30 മുതൽ 172 കൂടുകൾ വരെ ഈ പക്ഷികൾ കൂട്ടമായി ചേർന്ന് നിർമ്മിക്കാറുണ്ട്. കൂടുകളുടെ നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളിലെ ആൺപക്ഷികൾ പെൺപക്ഷിയെ അട്രാക്റ്റ് ചെയ്യാനായി കൂടുകളുടെ അരികിൽ വന്നുകൊണ്ട് പെൺപക്ഷികളെ ഇംപ്രസ് ചെയ്യാനായി പലതരത്തിലുള്ള സ്പെഷ്യൽ ഡാൻസുകളും മറ്റും പെർഫോം ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ മരങ്ങളുടെ അറ്റത്ത് ഇത്തരത്തിലുള്ള കൂടുകൾ നിർമ്മിക്കുന്നതിനുള്ള കാരണം കുരങ്ങുകളിൽ നിന്നും മറ്റും രക്ഷ നേടാനാണ്. സോഷ്യബിൾ വീവർ സമൂഹ പ്രാധാന്യമുള്ള ഒരു തരം പക്ഷിയാണ് സോഷ്യബിൾ വീവറുകൾ. സൗത്ത് ആഫ്രിക്കയിലെ സാവന്നകളിലാണ് ഈ പക്ഷികളെ കൂടുതലായി കാണപ്പെടുന്നത്. ഒരു മരക്കൊമ്പിൽ മുഴുവൻ രോമം മുളച്ചതുപോലെയുള്ള വലിയ കൂടുകളാണ് ഈ പക്ഷികളുടെ പ്രത്യേകത. 7 മീറ്റർ നീളത്തിൽ വരെ കൂടുകൾ നിർമ്മിക്കാറുണ്ട്. പതിറ്റാണ്ടുകളോളം കേടുപാടുകൾ സംഭവിക്കാതെ നിലനിൽക്കുന്നവയാണ് ഇവയുടെ ഈ കൂടുകൾ എന്നുള്ളതാണ് വസ്തുത. ഈ പക്ഷികളുടെ പേര് പോലെ തന്നെ ഈ കൂടുകളും ഒരു കുടുംബത്തിന് മുഴുവനായി താമസിക്കാനുള്ള വലുപ്പത്തിലാണ് നിർമ്മിക്കുക. അതായത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടിൽ 100 മുതൽ 400ഓളം പക്ഷികൾ വരെ കഴിയാറുണ്ട്. ഈ കൂടിനുള്ളിൽ 5 മുതൽ 100ഓളം ചേംബർ എന്ന് വിളിക്കുന്ന ചെറിയ റൂമുകളാണുള്ളത്. ഇത്തരത്തിലുള്ള ഓരോ ചേംബറും 10 മുതൽ 15 സെൻറ്റിമീറ്റർ വീതിയിലായിരിക്കും കാണപ്പെടുക. ഈ ഓരോ റൂമിലുമാണ് ഈ പക്ഷികളിലെ ഓരോ ഇണകളും താമസിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഈ കൂട് നിർമ്മിക്കുന്നത് കട്ടിയുള്ള ചുള്ളിക്കമ്പുകളും ചില്ലകളും മറ്റും ഉപയോഗിച്ചാണ്. ഈ കൂട്ടിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള 7 സെൻറ്റിമീറ്റർ വീതിയിലും 25 സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള ഒരു തുരങ്കമാണ്.
അതിനാൽ തന്നെ ഇതിനുള്ളിലേക്ക് പാമ്പുകൾക്കും മറ്റും എത്തിപ്പെടുന്നത് വളരെ പ്രയാസമാണ്. ഈ കൂടുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ വളരെ തണുപ്പുള്ള ദിവസങ്ങളിൽ ഈ കൂടിനുള്ളിലെ ഏറ്റവും നടുവിലത്തെ ഭാഗത്തിന് നല്ല ചൂടും അതുപോലെ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ഈ കൂട്ടിലെ പുറംപാളികളിലുള്ള റൂമുകൾക്ക് നല്ല തണുപ്പുമാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയിലെ എഞ്ചിനീയേഴ്സാണ് ഈ പക്ഷികൾ. ഓവൻ ബേർഡ്സ്. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന വളരെ ചെറിയ പക്ഷികളാണ് ഓവൻ ബേർഡുകൾ. റൗണ്ട് ഷേപ്പിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന കൂടുകളാണ് ഈ പക്ഷികളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പക്ഷിയെ ഓവൻ ബേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ കൂട് നിർമ്മിക്കാനായി ഈ പക്ഷികൾ ഡ്രൈ ആയിട്ടുള്ള പുല്ലുകൾ മിക്സ് ചെയ്ത നനഞ്ഞ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ശേഷം ഈ പക്ഷികളുടെ ചെറിയ ചുണ്ടുകളും കാലും ഉപയോഗിച്ചാണ് ചെറിയൊരു കവാടമൊക്കെയുള്ള ഒരു ബോൾ ഷേപ്പിലോട്ട് ഈ കൂടിനെ മാറ്റിയെടുക്കുന്നത്. നല്ല കട്ടിയുള്ള മരച്ചില്ലകൾക്ക് മുകളിലാണ് സാധാരണയായി ഈ പക്ഷികൾ കൂടുകൂട്ടാറുള്ളത്. കേൾക്കുമ്പോൾ മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ മണ്ണൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പുറന്തോടാണ് ഈ കൂടിനുണ്ടാവുക എന്നുള്ളതാണ് സത്യം. റുബി ത്രോട്ടഡ് ഹമ്മിങ് ബേർഡ്സ്. ഭൂമിയിലെ തന്നെ വളരെ ചെറിയ പക്ഷികളാണ് റുബി ത്രോട്ടഡ് ഹമ്മിങ് ബേർഡുകൾ. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇവയുടെ കൂടുകൾ വളരെ മനോഹരമായിട്ടുള്ള കൂടുകളാണ്. 2 ഇഞ്ച് വീതിയും 1 ഇഞ്ച് നീളവുമൊക്കെയുള്ള വളരെ ചെറിയ കൂടുകളാണ് ഇവരുടേത്. ഈ കൂട്ടത്തിൽ പെൺപക്ഷികളാണ് കൂടുകൾ നിർമ്മിക്കുക. അതിനായി നല്ല ഉയരത്തിലുള്ള മരച്ചില്ലകൾ കണ്ടെത്തുകയാണ് ആദ്യപടി. ഏകദേശം ഭൂനിരപ്പിൽ നിന്നും 10 മുതൽ 40 അടി വരെ ഉയരമുള്ള മരങ്ങളിലാണ് ഇവ കൂടുകൂട്ടാറുള്ളത്. ഒരു കൂട് നിർമ്മിക്കാൻ 6 മുതൽ 10 ദിവസം വരെ സമയമെടുക്കാറുമുണ്ട്. ഇതിനായി പായൽ, ലൈക്കൺ, പുൽനാമ്പുകൾ തുടങ്ങിയ മൃദുവായ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവയുടെ കൂട് നല്ലതുപോലെ ഹോൾഡായി നിൽക്കാൻ വേണ്ടി ഇവ 8 കാലികളുടെ വലയിലെ സിൽക്കുകൾ ഉപയോഗിക്കാറുണ്ടത്രേ. ഏതായാലും പക്ഷിലോകത്തെ വളരെ ക്യൂട്ടായിട്ടുള്ള കൂടുകളാണ് റൂബി ത്രോട്ടഡ് ഹമ്മിങ് ബേർഡുകളുടേത്. ഗ്രേറ്റ് ഹോൺബിൽ. വേഴാമ്പൽ കുടുംബത്തിലെ അംഗമാണ് ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിലെയും സംസ്ഥാന പക്ഷിയാണ് ഈ വേഴാമ്പൽ. വലിയ മരങ്ങളിലെ പൊത്തുകളിലാണ് ഇവയുടെ കൂടുകൾ ഉണ്ടാകാറുള്ളത്. ഈ മരങ്ങളിലെ പൊത്തുകളെ ട്രീ കാവിറ്റി എന്നാണ് വിളിക്കുന്നത്. കൂടാതെ താമസത്തിനായി ഇത്തരത്തിലുള്ള പൊത്തുകൾ കണ്ടെത്തിയാൽ ആദ്യം വേഴാമ്പലിൻ്റെ പെൺപക്ഷികൾ ഈ പൊത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ളിൽ കയറിയ ശേഷം ഉള്ളിൽ നിന്നും മണ്ണുപയോഗിച്ച് കൂടിൻ്റെ എൻട്രൻസ് അടക്കുകയാണ് ചെയ്യുക. അതിലാകെ ഏകദേശം 5 സെൻറ്റിമീറ്റർ വീതിയൊക്കെയുള്ള ചെറിയൊരു ദ്വാരം മാത്രമായിരിക്കും അവശേഷിക്കുക. തുടർന്ന് ആഴ്ചകളോളം ഇത്തരത്തിൽ ഈ പെൺവേഴാമ്പൽ ഈ പൊത്തിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടും. ഈ സമയത്താണ് ഇവ മുട്ടയിടുന്നതും അവയെ വിരിയിപ്പിച്ചെടുക്കുന്നതും. ഈ പൊത്തിനുള്ളിൽ ജീവിക്കുന്ന സമയത്ത് ആൺവേഴാമ്പലാണ് ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ശേഷം കുഞ്ഞുങ്ങൾ വളർന്നു പറക്കാൻ പാകമായാൽ ഈ പൊത്തിലെ ദ്വാരം പൊട്ടിച്ചുകൊണ്ട് വേഴാമ്പലും കുഞ്ഞുങ്ങളും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സത്തേൺ മാസ്ക്ഡ് വീവർ. ആഫ്രിക്കയിലെ സാവന്നകളിൽ കാണപ്പെടുന്ന മഞ്ഞയും കറുപ്പും ഇടകലർന്ന നിറമുള്ള ചെറിയ പക്ഷികളാണ് സത്തേൺ മാസ്ക്ഡ് വീവറുകൾ. ഈ കൂട്ടത്തിലെ ആൺപക്ഷികളാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. പച്ച പുല്ലുകൾ ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിലാണ് ഇവ കൂടുകൾ നിർമ്മിച്ചു തുടങ്ങുന്നത്. അതും മരച്ചില്ലകളുടെ ഏറ്റവും അറ്റത്തായാണ് ഇത്തരത്തിലുള്ള കൂടുകൾ ഇവ നിർമ്മിക്കാറുള്ളത്. താഴെ നിന്നും മുകളിലേക്ക് കയറുന്ന രീതിയാണ് ഈ കൂടിനുള്ളത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം മഴ പെയ്താൽ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കൂടുകളുടെ മുകൾ ഭാഗം നല്ല തിക്കായാണ് ഇവർ നിർമ്മിക്കാറുള്ളത്. അതിനാൽ തന്നെ രാത്രി സമയങ്ങളിൽ നല്ല ചൂടും പകൽ സമയങ്ങളിൽ നല്ല തണുപ്പുമായിരിക്കും ഈ കൂടിനുള്ളിൽ ലഭിക്കുക. സത്യത്തിൽ ഇവ കൂടുകൾ നിർമ്മിക്കുന്നത് വളരെ സൂക്ഷ്മമായാണ്. കാരണം ഇവ കൂട് നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്തെ കാറ്റിൻ്റെ ദിശ, സൂര്യൻ്റെ സഞ്ചാരം, എവിടെയാണ് തണൽ ലഭിക്കുക തുടങ്ങിയവയെല്ലാം നോക്കിക്കൊണ്ടാണ് ഇവ കൂടുകൾ നിർമ്മിക്കുന്നത്. ചില സമയങ്ങളിൽ ഒരു മരത്തിൽ തന്നെ 100ഓളം ഇത്തരത്തിലുള്ള കൂടുകൾ കാണപ്പെടാറുണ്ട്. സത്യത്തിൽ പെൺപക്ഷികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആൺപക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നതത്രേ. ഫ്ലമിംഗോസ്. ആഫ്രിക്ക, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തീരങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള പക്ഷികളാണ് ഫ്ലമിംഗോകൾ. 100-ലധികം വരുന്ന കൂട്ടമായി ദേശാടനം ചെയ്യുന്ന ഇവ ഒരു രാത്രി കൊണ്ട് 600-ലധികം കിലോമീറ്ററുകൾ പറക്കാറുണ്ട്. മണ്ണിൽ 30 മുതൽ 50 സെൻറ്റിമീറ്റർ വലുപ്പത്തിലൊക്കെയാണ് ഇവ കൂടൊരുക്കുന്നത്. ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത വിധം ചെളിയുടെ അംശമുള്ള മണ്ണ് കൊണ്ട് വശങ്ങൾ ബലപ്പെടുത്തി ഉൾഭാഗം പർവ്വതാകൃതിയിലുള്ള കൂടുകൾ ഉണ്ടാക്കിയ ശേഷം
മരങ്ങളുടെയും ചെടികളുടെയും ജീർണാവശിഷ്ടങ്ങളും ചെറിയ പാറക്കഷ്ണങ്ങളും തൂവലുകളും പാകി നിലമൊരുക്കുകയാണ് ഇവ ചെയ്യുക. ഇതിലാണ് പെൺപക്ഷി മുട്ടയിടുക. ഒരു പ്രജനനകാലത്ത് 1-2 മുട്ടയാണ് ഇവ ഇടാറുള്ളത്. ഓവലാകൃതിയിൽ 115 മുതൽ 145 ഗ്രാം വരെ തൂക്കമുള്ളതാണ് ഇവയുടെ മുട്ടകൾ. 27 മുതൽ 31 ദിവസം വരെ ഈ മുട്ട വിരിയുവാൻ എടുക്കാറുണ്ട്. ഇക്കാലയളവിൽ പെൺപക്ഷിയും ആൺപക്ഷിയും മാറി മാറി അടയിരിക്കുകയും ചെയ്യും. യൂറോപ്യൻ ബീറ്റർ. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന കളർഫുൾ ആയിട്ടുള്ള പക്ഷികളാണ് യൂറോപ്യൻ ബീറ്ററുകൾ. നമ്മുടെ നാട്ടിൽ ഇതിനെ വേലിത്തത്ത എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള ഭൂരിഭാഗം പക്ഷികളും കൂടുകൾ നിർമ്മിക്കുന്നത് മരങ്ങളിലാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മലഞ്ചെരുവുകളിലും നദിക്കരകളിലും മറ്റുമുള്ള കുന്നിൻ്റെ ചെരുവിൽ ടണൽ നിർമ്മിച്ച് കൂടുണ്ടാക്കുന്ന പക്ഷികളാണിവ. തൻ്റെ ഷാർപ്പായിട്ടുള്ള കൊക്കുകൾ ഉപയോഗിച്ച് 1 മുതൽ 2 മീറ്റർ നീളത്തിൽ വരെയാണ് ഈ ടണലുകൾ ഇവ നിർമ്മിക്കാറുള്ളത്. അങ്ങനെ ഈ ടണലിൻ്റെ ഏറ്റവും അവസാനം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റൂം പോലെ നിർമ്മിച്ച് അതിനുള്ളിൽ ഇവ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. മറ്റു പക്ഷികൾക്കോ പാമ്പുകൾക്കോ ഒന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ടണൽ നിർമ്മാണം ഇവർ പൂർത്തീകരിക്കുന്നത്. തേനീച്ച, കടന്നൽ, മറ്റു പ്രാണികൾ തുടങ്ങിയവയാണ് ഇവ സാധാരണയായി ഭക്ഷണമാക്കാറുള്ളത്. പെൻഡുലിൻ ടിഡ്സ്. വളരെ ക്രിയേറ്റീവായി കൂടുകൾ നിർമ്മിക്കുന്ന മറ്റൊരു പക്ഷിയാണ് പെൻഡുലിൻ ടിഡ്സ് എന്ന കുഞ്ഞു പക്ഷികൾ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഈ കൂട്ടത്തിലെ ആൺപക്ഷികളാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കൂടുകൾ നിർമ്മിക്കുന്നത്. ഇവയുടെ കൂടുകൾ കാണാൻ ഒരു ചെറിയ കവർ പോലെയോ സഞ്ചി പോലെയോ ആയിരിക്കും നമുക്ക് തോന്നുക. കാണാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കൂടിന് 2 എൻട്രൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ ഒരു എൻട്രൻസ് ഫേക്കാണ്. രണ്ടാമത്തെ എൻട്രൻസിലൂടെ മാത്രമാണ് കൂട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. പാമ്പ്, മറ്റു പക്ഷികൾ തുടങ്ങിയ പ്രഡേറ്റേഴ്സുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത്തരത്തിലുള്ള ഒരു ഫേക്കായിട്ടുള്ള എൻട്രൻസ് ഇവ കൂട്ടിൽ നിർമ്മിക്കുന്നത്. ശത്രുജീവികൾ ഈ കൂട്ടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ ഇവ ഫേക്കായിട്ടുള്ള എൻട്രൻസിലൂടെ ആയിരിക്കും കയറിപ്പോവുക. അതിനാൽ തന്നെ ഇതിനുള്ളിലെ മുട്ടകളെയോ പക്ഷികളെയോ അവക്ക് കണ്ടെത്താനും കഴിയില്ല. ഈ കൂട്ടിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്ന യഥാർത്ഥ എൻട്രൻസ് ആവശ്യമുള്ള സമയത്ത് മാത്രം തുറക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പർപ്പിൾ മൂർഹൻ. ചുവന്ന ചുണ്ടോടുകൂടിയ പർപ്പിൾ ബ്ലൂ നിറത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷിയാണ് പർപ്പിൾ മൂർഹൻ അല്ലെങ്കിൽ പർപ്പിൾ സ്വാംഫൻ എന്ന ഈ പക്ഷികൾ. ചതുപ്പ് നിലങ്ങളിലാണ് ഈ പക്ഷികൾ സാധാരണയായി ജീവിക്കാറുള്ളത്. മുട്ടയിടാൻ മരങ്ങളിലും മറ്റും കൂടുകൾ നിർമ്മിക്കുന്നതിന് പകരം വെള്ളത്തിനു മുകളിലുള്ള കട്ടിയുള്ള ചെടികളിലും മറ്റുമാണ് ഇവ കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ കൂടുകൾ ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് ഷേപ്പിലാണ് കാണപ്പെടുക. കൂടാതെ വെള്ളത്തിന് അനക്കം സംഭവിച്ചാലും ഈ കൂടുകൾക്ക് അത്തരത്തിലുള്ള അനക്കം സംഭവിക്കാറില്ല. അതിനു പുറമെ ഈ കൂടിനുള്ളിൽ പ്രഡേറ്റേഴ്സുകളിൽ നിന്നും മറ്റും രക്ഷ നേടാൻ കട്ടിയുള്ള ചെടികളും മറ്റും ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ ഇവയിലെ ആൺപക്ഷിയും പെൺപക്ഷിയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു പക്ഷി ഈ കൂട്ടിൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ മറ്റേ പക്ഷി കാവലിരിക്കുകയാണ് ചെയ്യുക. ചില സമയങ്ങളിൽ അത് നേരെ തല തിരിച്ചുമാകാറുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അതിശയപ്പെടുത്തിയ പക്ഷിയും കൂടും ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.